പത്തനംതിട്ട ജില്ലയിലെ നിലവിലുള്ള 4 MLA മത്സരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അടൂരിൽ പുതിയ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. 100% വിജയം LDFന് ഉറപ്പാണ്. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം, മൊത്തം പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള 10 വർഷക്കാലം എടുത്താൽ ഒരു ചരിത്ര മുന്നേറ്റം വികസന രംഗത്തുണ്ടായിട്ടുണ്ട്. ഒരു MLA പറ്റി പോലും ഒരാക്ഷേപം ആരും ഉന്നയിച്ചിട്ടില്ല. ഒരു സദ്ഭരണം ഒരു ഗവൺമെൻറ്റും നമ്മുടെ ജില്ലയിലെ MLA നടത്തിയെന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. നമ്മുടെ ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളും സാധാരണ ജനങ്ങളുടെ ജീവിതവും തികച്ചും സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മാരാമൺ കൺവെൻഷനാണെങ്കിലും ചെറുകോൽപ്പുഴ കൺവെൻഷനാണെങ്കിലും എന്തിന് ഏറ്റവും മികച്ച ശബരിമല ഉൾപ്പെടെ തീർത്ഥാടനം ഏറ്റവും സമാധാനപരമായും സുഗമമായും നടത്താൻ നമ്മുടെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞു. നമ്മുടെ ജില്ലയിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഈ വികസന പ്രവർത്തനങ്ങൾ ഇനിയും നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുണ്ട്. നമ്മുടെ ജില്ലാ അതിർത്തിയിലുള്ള ശബരിമല വിമാനത്താവളം അടക്കം ഇനി നമുക്ക് പണി പൂർത്തിയാക്കാനുള്ള വീടില്ലാത്ത പാവങ്ങൾക്കുള്ള ലൈഫ് വീട് പദ്ധതി, അവശേഷിക്കുന്ന വീടുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. നിരവധി കുടിവെള്ള പദ്ധതികൾ നിർമ്മാണത്തിലാണ്. ആ പദ്ധതികൾ നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. UDFൻ്റെ ഭരണകാലത്തിൽ പത്തനംതിട്ട ജില്ലയുടെ വികസനം വട്ടപൂജ്യമായിരുന്നു. എടുത്തു പറയാനുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും ജില്ലയിലില്ല. ഇന്ന് ഓരോ പഞ്ചായത്ത് എടുത്താലും ഓരോ ബൂത്ത് എടുത്താലും എടുത്തു പറയാൻ കഴിയുന്ന ഡസൻ കണക്കിന് വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് പത്തനംതിട്ട ജില്ല നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ LDFനോടൊപ്പം ഉണ്ടാകും. നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 3ാമത് തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും. അതിന് പത്തനംതിട്ട ജില്ലയിലെ 5 MLA സർക്കാരിൻ്റെ അധികാരത്തിൽ വരാൻ കൈ ഉയർത്താൻ ഉണ്ടാവും. പത്തനംതിട്ടയിലെ ചില ഉദ്ഘാടനങ്ങൾ നടത്തിയിരുന്നു. ഇപ്പൊ ജില്ലാ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ആകെ ഒരു കുളം കുഴിച്ച് അതിനകത്ത് വെള്ളം നിറച്ചിട്ടേക്കുന്നുള്ളൂ, ഇറങ്ങിയാൽ മുങ്ങിച്ചാവുന്നാണ് പറയുന്നത്. അവിടെ ഒരു ഉദ്ഘാടനം നടത്തിപ്പോയതല്ലാതെ ഇതൊന്നും അടുത്ത കാലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, മാസങ്ങൾ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ ആശുപത്രി കെട്ടിടങ്ങൾ അതെങ്കിലും എങ്ങും എത്തിയിട്ടില്ല, പാതി വഴി കിടക്കുന്നതേ ഉള്ളൂ. അവിടെ ഉദ്ഘാടനം നടത്തിയിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നത് അത് ശരിയാണോ? ജനങ്ങൾ കാണുന്നതല്ലേ ഇത്? പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട സ്റ്റേഡിയത്തിലെ അവിടെ ഒരു മനോഹരമായ നീന്തൽക്കുളം അത് പൂർണ്ണമായി നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. അവിടെ ഇനി പൂർത്തിയാക്കാനുള്ളത് അവിടെ സിന്തറ്റിക് ട്രാക്കും അതുപോലെ തന്നെ ഫുട്ബോൾ അതിൻ്റെ ഇൻഡോർ സ്റ്റേഡിയം മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. പൂർത്തിയായതിൻ്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. പക്ഷേ നമ്മൾ കേരളത്തിൽ പാടശേഖരത്തിൽ വിമാനം ഇറക്കിയ ഉദ്ഘാടനങ്ങൾ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഒരു പുതുമയല്ല. കണ്ണൂരിൽ പാടശേഖരത്തിൽ മണ്ണിട്ട് ഉയർത്തിയാണ് അവിടെ ഒരു വിമാനം കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഇറക്കിയത്. ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ആശുപത്രിയുടെ പണികളൊക്കെ കഴിഞ്ഞതാണ്. ഇനി അവിടെ ഇവിടെ ചില പെയിൻറ്റിങ് ജോലികൾ മാത്രമേ പൂർത്തിയാക്കാനുള്ളൂ. അവിടെ ഗൃഹപ്രവേശനം എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ വീട് പൂർണ്ണമായി നിർമ്മിച്ച് എല്ലാം കഴിഞ്ഞ് ഫർണിച്ചറും ഇട്ട് ആളുകൾ വന്ന് കിടന്നു കഴിഞ്ഞപ്പോഴേ ഒരു വീട് ഗൃഹപ്രവേശനം നടത്താൻ കഴിയൂ എന്ന് പറയുന്നത് ശരിയല്ല. ഗൃഹപ്രവേശനം കഴിയുമ്പോഴും നമുക്ക് ചെറിയ 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 മിനുക്ക് പണികളൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കോഴഞ്ചേരി പാലത്തിൻ്റെ അവിടെ ഇനി പെയിൻറ്റിങ് അല്ലേ ബാക്കിയുള്ളൂ. ബാക്കി അവിടുത്തെ പ്രധാന നിർമ്മാണ പ്രവർത്തനം എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. എന്തായാലും നമുക്ക് ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തനം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ അബാൻ മേൽപ്പാലം നമ്മളിപ്പം നിർമ്മാണം പൂർത്തിയായിട്ടില്ല, അവിടെ ഉദ്ഘാടനം നടത്തുന്നില്ലല്ലോ. നിർമ്മാണോദ്ഘാടനം പണ്ട് നടത്തിയല്ലേ ഉള്ളൂ. അപ്പോൾ സത്യസന്ധമായൊരു സമീപനം തന്നെയാണ് നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം ഉദ്ഘാടനങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിൽ നടത്തിയിട്ടുള്ളത്. നിർമ്മാണം നടത്തിയതേ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. അത് ജനങ്ങളുടെ അഭിലാഷമാണ്. ജനങ്ങളാണ് ആവശ്യപ്പെടുന്നത് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന്. ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് MLA മന്ത്രിമാരും ഈ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കുന്നത്. വീണ ജോർജും ജനീഷ് കുമാറും പാർട്ടി അവരോട് വോട്ട് ചോദിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം LDF കൺവീനർ ഇന്ന് ഉച്ച കഴിഞ്ഞ് നടത്തി കഴിയുമ്പോൾ മാത്രമേ ഔദ്യോഗികമായി അവർ സ്ഥാനാർത്ഥികളാവുകയുള്ളൂ. അവർ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് ഒരു തകർപ്പൻ റോഡ് ഷോ നടത്താൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആരോഗ്യവകുപ്പിലെ പ്രശ്നങ്ങളൊക്കെ തിരിച്ചടിയാവും മാറുമ്പോഴല്ലേ? ആരോഗ്യവകുപ്പ് നമ്മുടെ ഒരു ലോക മോഡലാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ആരോഗ്യവകുപ്പിൽ ഉണ്ടായിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഉണ്ടാവുന്ന
സംഭവങ്ങൾ പുറത്തു വന്നിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ധാരാളം ആളുകൾ ഇന്ന് ആരോഗ്യവകുപ്പിനെ ചെറുതായി കാണിക്കാൻ രംഗത്തുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ആശുപത്രികളെല്ലാം വിലക്കെടുക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ, ആ മൾട്ടിനാഷണൽ കമ്പനികൾ വൻതോതിലുള്ള പ്രചരണവുമായിട്ട് ഇന്ന് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് അതിന് നമുക്ക് ഒരു പ്രാധാന്യം കൊടുക്കരുത്. തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടുക, ഒരു പ്രശ്നവുമില്ല. തെറ്റുകൾ ചൂണ്ടിക്കാട്ടണം, അതാണ് ജനാധിപത്യം. പക്ഷേ തെറ്റുകളെ പർവ്വതീകരിച്ച് കാണിക്കുകയും ഇത് കേരളം മുഴുവനുള്ള കുഴപ്പമാണെന്ന് കാണിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഭൂഷണമല്ല. ആരോഗ്യവകുപ്പ് കൂടുതൽ ശൈലജ ടീച്ചർ തുടങ്ങി വെച്ച ആ നല്ല പ്രവർത്തനങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണ് വീണ ജോർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആശുപത്രികൾ, സാധാരണക്കാർ നമുക്കൊക്കെ പോകാൻ കഴിയുന്ന ആശുപത്രികൾ, അതും വൈകിട്ട് 6 മണി വരെ നമുക്ക് ഇന്ന് ഗ്രാമതലത്തിൽ ആശുപത്രിയിൽ പോകാം. ഇവിടെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒഴികെയുള്ള എല്ലാം ഇപ്പം ജില്ലാ ആശുപത്രിയിൽ നടക്കും. മറ്റേ വർഷങ്ങൾ ക്യൂ നിൽക്കണമായിരുന്നു. ഇന്ന് ആ കാലമെല്ലാം മാറി, കാലം അതിവേഗം മാറുകയാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് എല്ലാ താലൂക്ക് ആശുപത്രിയിലും ഡയാലിസിസ് സെൻറ്റർ തുടങ്ങുന്നു, കാത്ത് ലാബ് എല്ലാ ജില്ലാ ആശുപത്രിയിലും തുടങ്ങുന്നു. ഇതൊരു അതിശയിപ്പിക്കുന്ന മാറ്റമാണ് സത്യത്തിൽ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ട്. അത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ്, സാധാരണക്കാരനാണ്. ആ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ വലിയ പ്രവർത്തനമാണ് സത്യത്തിൽ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭർത്താവിന് എന്തോ മത്സരിക്കുന്ന താല്പര്യമില്ല, അപ്പോൾ ഒഴിവാക്കണമെന്നോ പറഞ്ഞിട്ടില്ലായിരുന്നു. ഭർത്താവിൻ്റെ മറുപടി നമ്മുടെ ചാനലിൽ തന്നെ വന്നു കഴിഞ്ഞതാണ്. അദ്ദേഹം ആ വീട്ടിൽ കുട്ടികൾക്കുണ്ടാവുന്ന ഒരു പ്രയാസത്തെ തുടർന്ന് അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം മാത്രമാണ്. ആ അഭിപ്രായത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം വീണ ജോർജിന്റെ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നമ്മൾ അടുത്ത കാലത്തായിട്ട് ഈ മാലയിട്ട് സ്വീകരിച്ച പലരും കാപ്പാക്കേസ് പ്രതികളും ഉണ്ട്, അതിനുശേഷം കാപ്പാക്കേസ് പ്രതികളായിട്ടുമുണ്ട്. ഇപ്പം കാരംവേലിയിലെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ജിഷ്ണു മോഹൻ, അദ്ദേഹം ഒരു മികച്ച കാപ്പ പ്രതിയായി മാറിയിട്ടുണ്ട്. പാർട്ടിക്ക് ഒരു അലങ്കാരമാണ്. നമ്മൾ പാർട്ടി വരുന്നതിന് മുമ്പ് അവർ ഏതെങ്കിലുമൊക്കെ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളുകളെ നന്മയിലേക്ക് നയിക്കുന്ന പവിത്രമായ ഒരു പരിപാടിയാണ് പാർട്ടി ചെയ്യുന്നത്. പാർട്ടിയിൽ വന്ന ശേഷം കാപ്പ കേസിൽ ഉൾപ്പെടാൻ വേണ്ടിയുള്ള നടപടികൾ അവർ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പഴയ കേസിൻ്റെ തുടർന്നുള്ള നടപടികൾ അത് പാർട്ടി സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കാനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. അത് നിയമം ആ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. പക്ഷെ പാർട്ടിയിൽ വന്ന ശേഷം അവർ നല്ല പ്രവർത്തകരായി, നല്ല മനുഷ്യരായി അവർ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. അവരെല്ലാം നവീകരിച്ചു നമ്മൾ. തീർച്ചയായിട്ടും അവരെ ലോക ചരിത്രം തന്നെ അങ്ങനെയാണല്ലോ. യേശു ക്രിസ്തു പോലും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലേ. അപ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവരെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് ആപ്ലിക്കബിൾ ആണ്. പത്മകുമാറിനെ നവീകരണമാണോ പുറത്താക്കാനുള്ള ഒരു തീരുമാനം? പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാർട്ടി ചർച്ച ചെയ്യും. എന്താണ് നടപടി എന്നുള്ളത് ചർച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ തീരുമാനിക്കുക. നടപടി വേണോ നടപടി വേണ്ടയോ എന്നുള്ളത് ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. അദ്ദേഹം ജാമ്യത്തിലിറങ്ങിയ ശേഷം, പുറത്തിറങ്ങിയ ശേഷം മാത്രമാണ് നമുക്ക് നോട്ടീസ് കൊടുക്കാൻ പറ്റുന്നത്. ജയിലിൽ കിടക്കുമ്പോൾ നമുക്ക് നോട്ടീസ് കൊടുക്കാൻ കഴിയത്തില്ലല്ലോ. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ നോട്ടീസ് കൊടുത്തു. ഒരു വിശദീകരണം ചോദിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു നടപടിയിലേക്ക് CPM-നകത്ത് പോകാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. വിശദീകരണത്തിൻ്റെ മറുപടി കിട്ടിയിട്ടുണ്ട്. ആ മറുപടി ചർച്ച ചെയ്ത ശേഷം സംസ്ഥാന കമ്മിറ്റിയുടെ ഉപദേശങ്ങൾ കൂടി അനുസരിച്ചുകൊണ്ട് അത് സംബന്ധിച്ച് നടപടി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.